നമ്മൾ വലിയ ആഴ്ച എന്നും വിശുദ്ധ വാരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ യേശുവിന്റെ രക്ഷാകർമ്മത്തിന്റെ സ്മരണകൾ ആചരിക്കുന്ന ആഴ്ചയായതുകൊണ്ടാണ്. ഇന്ന് ഈ ഓശാന ഞായറോടുകൂടി ഈ വലിയ ആഴ്ചയ്ക്ക് നമ്മൾ ആരംഭം കുറിച്ചു കഴിഞ്ഞു. എന്താണ് ഓശാന എന്ന പദത്തിന്റെ അർത്ഥം? ഹെബ്രായ ഭാഷയിൽ ഓശാന എന്ന് പറഞ്ഞാൽ കർത്താവേ രക്ഷിക്കണമേ എന്നാണ്. സേവ് us, O Lord. ഈ വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇസ്രായേൽ ജനതയുടെ അവസ്ഥയെ ഒന്ന് കണ്ണോടിച്ച് കാണേണ്ടിയിരിക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിന്റെ നാളുകൾ മുതൽ നൂറ്റാണ്ടുകളോളം പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും മധ്യേ ജീവിച്ച ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷകനെ ദൈവം അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പ്രവാചകന്മാരിലൂടെയും മറ്റു മത നേതാക്കന്മാരിലൂടെയും ഒരു രക്ഷകൻ നിങ്ങൾക്കായി വരും എന്ന പ്രത്യാശ അവർക്ക് നൽകിയത് കൊണ്ട് ആ പ്രത്യാശയിൽ അവർ അനേക വർഷം ജീവിച്ചു. അവസാനം യേശു തന്നെ ജനിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആ പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടി ജെറൂസലേമിലേക്ക് രാജകീയമായി എഴുന്നേറ്റ സമയമാണ് ഈ ഓശാന എന്നൊക്കെ നമ്മൾ ഓശാന ദിവസമായി നമ്മൾ ആചരിക്കുന്നത്. ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുനാഥൻ താൻ രാജാവാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രക്ഷകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനം ആ സത്യം ഏറ്റെടുത്തു. അവർ വഴികൾ ഒരുക്കി, മരച്ചില്ലകൾ കൊണ്ട് വഴികൾ ഒരുക്കി, വസ്ത്രങ്ങൾ വിരിച്ച് ഒരു പദവതാരം ഒരുക്കി രാജാവിനെ സ്വീകരിക്കുവാൻ, രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് അവർ ആർത്തു വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ രക്ഷകൻ വന്നിരിക്കുന്നു, ഓശാന, ദൈവത്തിൽ ഓശാന എന്ന് വിളിച്ചു പറഞ്ഞ് ആഹ്ലാദിച്ചു. കാരണം അവരുടെ വലിയ പ്രതീക്ഷയായിരുന്ന, അവരെ രക്ഷിക്കാൻ പോകുന്ന രക്ഷകനിത അവരുടെ മധ്യ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. ക്രിസ്തുവിനെ രക്ഷകനായി എങ്ങനെ അനുഭവിച്ചറിയാം എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് സുവിശേഷത്തില് യേശുനാഥൻ രാജകീയമായിട്ടുള്ള പ്രഖ്യാപനത്തിനും ജെറൂസലേമിലേക്കുള്ള പ്രവേശനത്തിനുമായി തിരഞ്ഞെടുത്തത് വളരെ ആശ്ചര്യകരമായ ഒരു ജീവിയെയാണ്, കഴുതയെ. എത്ര പ്രാവശ്യം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കഴുത എന്ന് ഓരോരുത്തർ വിളിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തക്കനുസൃതമായി അവര് ചിന്തിക്കുന്നില്ല, പെരുമാറുന്നില്ലെങ്കിൽ നമ്മൾ പറയും കഴുത എന്ന്. എന്തുകൊണ്ട് യേശു കഴുതയെ തിരഞ്ഞെടുത്തു? ഈ കഴിഞ്ഞ കത്തോലിക്ക സഭ രൂപതയുടെ മാഗസിൻ നമ്മുടെ വീടുകളിലൊക്കെ എത്തുന്നതാണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. 12 ഞാൻ ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ പോകുമ്പോൾ വായിക്കാം. അതിൽ പറയുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ്, അതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്, കഴുതയുടെ ആത്മകഥ എന്ന് പറഞ്ഞത്. കഴുതയുടെ ആത്മകഥ. ഒരു കഴുത തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകളാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. കഴുത ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എല്ലാവരും
പലരും കഴുത എന്ന് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ പരിഹാസം ഞാൻ കാണാറുണ്ടായിരുന്നു. ചുമട് മാത്രം എടുക്കാൻ വിധിക്കപ്പെട്ടവൻ, ഭംഗിയും പൊക്കവുമില്ലാത്തവൻ, ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ജീവി എന്ന നിലയിൽ എൻ്റെ യജമാനും എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ ദിവസം. അപ്പോഴാണ് രണ്ടുപേര് വന്ന് എന്തൊക്കെയോ യജമാനോട് സംസാരിച്ചത്രേ. യജമാനൻ ചോദിച്ചു, അവരെന്നിട്ട് എന്നെ കെട്ടഴിച്ചു മാറ്റാൻ പരിശ്രമിച്ചു. യജമാനൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണിതെന്ന്. അപ്പോൾ ഈ രണ്ടുപേരൊരുവൻ പറഞ്ഞത്രേ, ഈശോയ്ക്ക് ഇവനെ ആവശ്യമുണ്ട്.